സുഹൃത്തുക്കളെ, എല്ലാവർക്കും സെൻസ് ടെക്കിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പലതരം വിവരങ്ങൾ നൽകുന്ന ഒരു ചാനലാണിത്. ആയതിനാൽ എൻ്റെ തുടർ വീഡിയോകൾ ലഭിക്കാൻ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്, പുതിയ വാഹനത്തിന് ഇൻഷുറൻസ് കിട്ടിയ മാസങ്ങളായിട്ടും RTOയുടെ പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റായി കാണാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനെന്താണ് ഒരു പോംവഴി? ഇപ്പോൾ ഷോറൂമിൽ നിന്ന് നാം പുതിയതായി ഒരു കാറോ ഒരു 2 വീലറോ വാങ്ങുമ്പോൾ 2 വീലറിന് 5 വർഷവും കാറിന് 3 വർഷവും ഇൻഷുറൻസാണ് ലഭിക്കുക. മറ്റ് പുതിയ വാഹനങ്ങൾക്കെല്ലാം 1 വർഷം മാത്രമായിരിക്കും ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക. ഇതിൽ കാറിനും 2 വീലറിനും ആദ്യത്തെ 1 വർഷം മാത്രമേ വാഹനവും കൂടി കവർ ചെയ്യുന്ന പാക്കേജ് ഇൻഷുറൻസ് കാണൂ. തുടർന്നുള്ള വർഷങ്ങളിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉണ്ടായിരിക്കൂ. ആദ്യത്തെ വർഷം കഴിഞ്ഞും നമുക്ക് പാക്കേജ് ഇൻഷുറൻസ് വേണമെങ്കിൽ തുടർന്നുള്ള ഓരോ വർഷങ്ങളിലും വാഹനത്തിന് മാത്രമായി പ്രീമിയം അടച്ച് നമുക്ക് പാക്കേജ് ഇൻഷുറൻസ് ആക്കി മാറ്റാവുന്നതാണ്. എന്നാൽ അങ്ങനെ പുതുക്കിക്കൊണ്ടിരുന്നാലും പരിവാഹൻ സൈറ്റിൽ ഈ വാഹന ഇൻഷുറൻസ് അപ്ഡേറ്റ് ആവണമെന്നില്ല. ഇതിന് കാരണം, നാം വാഹനം എടുക്കുന്നതിന് മുന്നേ, അതായത് രജിസ്ട്രേഷന് മുന്നെയാണ് ഷോറൂംകാർ ഇൻഷുറൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിൽ വാഹന നമ്പർ രേഖപ്പെടുത്തി കാണാറില്ല. പകരം വണ്ടി നമ്പറിൻ്റെ സ്ഥാനത്ത് ന്യൂ എന്നോ മറ്റോ ഇൻഷുറൻസിൽ കാണുകയുള്ളൂ. കാരണം രജിസ്ട്രേഷന് ശേഷമാണല്ലോ വണ്ടി നമ്പർ ലഭിക്കുന്നത്. വാഹന നമ്പരും എഞ്ചിൻ നമ്പരും ചേസ് നമ്പരും എല്ലാം മുഴുവനും കൃത്യമായി നൽകിയെങ്കിൽ മാത്രമേ RTOയുടെ പരിവാഹൻ സൈറ്റിൽ ഇൻഷുറൻസ് അപ്ഡേറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ വാഹനങ്ങൾ എടുത്തവർ തങ്ങളുടെ ഇൻഷുറൻസ് പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഏത് ഷോറൂമിൽ നിന്നാണോ ഇൻഷുറൻസ് നൽകിയത്, അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണോ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, അവിടെ പോയി നിങ്ങളുടെ RC ബുക്കും നിങ്ങളുടെ പുതിയ ഇൻഷുറൻസ് പേപ്പറും നൽകി RTO സൈറ്റിൽ, അതായത് പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ RTO സംബന്ധമായ ഒരു കാര്യവും നടത്താൻ കഴിയാതെ വരും എന്നതാണ് സത്യം. ഉദാഹരണത്തിന് ഫിനാൻസ് ക്ലോസിംഗ്, ഓണർഷിപ്പ് മാറ്റുക എന്നിവ കാര്യങ്ങൾക്കൊന്നും RTO സൈറ്റിൽ ഈ ഇൻഷുറൻസ് അപ്ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നടത്താൻ കഴിയാതെ വരും എന്നതാണ് വസ്തുത. ശ്രദ്ധിക്കുക, ഇൻഷുറൻസ് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഇൻഷുറൻസ് ഏത് കമ്പനിയിലേതാണോ അവിടെയാണ് പോകേണ്ടത്. അതല്ലാതെ മറ്റ് കമ്പനിയിൽ കയറി ഇറങ്ങിയോ ഏജൻറ്റ് ഓഫീസിൽ കയറി ഇറങ്ങിയോ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. പുതിയ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ആവാത്തതെന്ന് ഇതിൽ നിന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.